വാഴയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ, അവയുടെ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു മനസ്സിലാക്കുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ കീടശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീന ലെനിനാണ്. ഷിബു ജോർജ് ഡോക്ടർ നീന ലെനിനുമായി സംസാരിക്കുന്നു. മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. മേഡം, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം വാഴയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളെക്കുറിച്ചാണല്ലോ. വാഴ കൃഷി മിക്കവാറും കർഷകർ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഈ സംസ്ഥാനത്ത് കണ്ടുവരുന്ന പ്രധാന കീടങ്ങൾ ഏതൊക്കെയാണ്? പൊതുവെ കാണാറുള്ള പ്രധാനപ്പെട്ട കീടങ്ങളെന്ന് പറയുന്നത് പിണ്ടിപ്പുഴുവും മാണവണ്ടുമാണ്. പിന്നെ നമ്മൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് പാറശാല അല്ലെങ്കിൽ തമിഴ്നാട്ടിൻ്റെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് വാഴയുടെ മുഞ്ഞ ഒരു പ്രധാനമായിട്ട് കാണാറുണ്ട്. മുഞ്ഞയായിട്ട് നമ്മളത് കണ്ടില്ലെങ്കിലും കൂമ്പടപ്പ് രോഗമാണ് നമ്മൾ പുറമെ കാണുമ്പോൾ ബഞ്ചി ടോപ്പ് ഡിസീസ് കൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അവിടെ മുഞ്ഞയുണ്ട് എന്നുള്ളത്. പിന്നെ ചിലപ്പോൾ നിമാവിരകൾ ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. ചില ഏരിയാസിൽ വെള്ളം അധികം വാർന്നു പോകാത്ത സ്ഥലങ്ങളുള്ള സ്ഥലത്തൊക്കെ നമുക്ക് നിമാവിര ഒരു കീടമായിട്ട് കാണാറുണ്ട്. അതല്ലാതെ മിക്കവാറും ചെറിയ മൈനർ പെസ്റ്റുകളായ ഇലതീനി പുഴുക്കളും ചില നീരൂറ്റി കുടിക്കുന്ന ജീവികളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് വാഴയെ അധികമായിട്ട് അങ്ങനെ ബാധിക്കാറില്ല. ചെറിയ വെജിറ്റേറ്റീവ് ഗ്രോത്ത് സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു 3 മാസത്തിൽ താഴെ പ്രായം വരുന്ന സമയത്ത് മാത്രമാണ് ആ കീടങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡാമേജ് നമുക്ക് ഉണ്ടാക്കാറ്. അപ്പം നമ്മൾ പിണ്ടിപ്പുഴുവിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്രമണ രീതി, പേര് തന്നെ നമ്മളെ സൂചിപ്പിക്കുന്നത് പിണ്ടിയാണ് ആക്രമിക്കുന്നത്. ഒന്ന് പറയാമോ? സാധാരണയായി പിണ്ടിപ്പുഴു വാഴയുടെ പുറം പാള അല്ലെങ്കിൽ പോള, അതിൻ്റെ ഇടയിൽ നമുക്ക് കാണാം ചെറിയ സുഷിരങ്ങളുള്ളതുപോലെ കാണാം, ചെറിയ അറ പോലെ കാണുന്നത്. ഈ അറയുടെ ഇടയിലേക്കാണ് ഈ വണ്ടുകൾ വന്ന് മുട്ടയിടുന്നത്. ഈ മുട്ട വിരിഞ്ഞ് ഇറങ്ങുന്ന പുഴുക്കൾ വെളുത്ത നിറത്തിൽ ചുമന്ന തലയുള്ള കൈകാലുകളൊന്നും ഇല്ലാത്തൊരു പുഴുവായിരിക്കും. ഈ പുഴു അകത്തേക്കാണ് തിന്ന് പോകുന്നത്. പാള മുഴുവനും തിന്ന് നശിപ്പിക്കുകയും അങ്ങനെ ചവച്ച് തുപ്പിയിട്ടിരിക്കുന്നത് കാണുകയും പുഴു പോയ സ്ഥലമൊക്കെ നമുക്കിങ്ങനെ ടണലിംഗ് പോലെ കാണാൻ പറ്റുകയൊക്കെ ചെയ്യും. പൊതുവേ ഈ പിണ്ടിപ്പുഴു വരുന്നത് 3 മാസത്തിന് ശേഷം, 3.5 മാസം എന്നുള്ള ഒരു ടൈം, 3-3.5 മാസം കൂമ്പ് വെളിയിലേക്ക് വരാനാകുന്ന ആ ഒരു പ്രായത്തിലാണ് ഇത് അധികമായിട്ട് കാണുന്നത്. പുറമേ നമ്മൾ കാണുന്നത് മിക്കവാറും ഈ കൈകൾ ഒടിഞ്ഞു പോകുന്നതും മഞ്ഞളിപ്പും കുറച്ച് കഴിയുമ്പോൾ കൊല്ലം മൊത്തത്തിൽ തന്നെ ഒടിഞ്ഞു വീഴുന്നതും അങ്ങനെയൊക്കെയാണ് കാണുന്നത്. വളരെയധികം അകത്ത് രൂക്ഷമായി കഴിയുവാണെങ്കിൽ വാഴ പകുതിക്ക് വെച്ച് അങ്ങനെ തന്നെ ഒടിഞ്ഞു വീഴും. കാരണം പിണ്ടി മുഴുവനും തിന്നു തീർത്തതിന് ശേഷം അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. നമുക്കെപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, വളരെ ശ്രദ്ധയോടെ നമുക്കത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, കൃഷി ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3.5-7 മാസങ്ങളിൽ വളരെ ശ്രദ്ധയോടെയുള്ള പരിചരണം വാഴയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കീടത്തെ ഒരു പരിധിയിൽ കൂടുതൽ അകറ്റി നിർത്താനായിട്ട് സാധിക്കും. മണ്ണിൽ നിന്നാണോ ഇത് വരുന്നത്? അല്ല, മണ്ണിൽ തന്നെ ഉണ്ടാകാറുണ്ട്. ഇപ്പം നമ്മൾ ലാർജ് സ്കെയിലായിട്ട് കൃഷി ചെയ്യുന്ന 1 ഏക്കർ അല്ലെങ്കിൽ 1 ഹെക്ടറിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ 1 ഹെക്ടറിലാണെങ്കിൽ 2500 വാഴ ഉണ്ടാവും. ഈ വാഴ നമ്മൾ കൊല മാത്രം മുറിച്ചെടുത്തുകൊണ്ട് പോകാറാ പതിവ്. വാഴയുടെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ അവിടെ തന്നെ ഒന്നുകിൽ 2ആയി മുറിച്ചിടുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് വളർന്ന് വലുതായി അതിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കി അവിടെ തന്നെ അതൊരു വളർന്ന് വലുതാകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പെറ്റ് പെരുകുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അടുത്ത പ്രാവശ്യത്തെ ക്രോപ്പ് മിക്കവാറും എല്ലാവരും ഈ JCB ഒക്കെ കയറ്റി ഇതിനെ മണ്ണിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം പിണ്ടി 60 സെൻറ്റിമീറ്ററിനേക്കാൾ വലിപ്പത്തിൽ കിടക്കുന്നിടത്തോളം കാലം അതിനകത്ത് ഈ പിണ്ടിപ്പുഴു വസിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവിടെ തന്നെ പെറ്റ് പെരുകുകയും മണ്ണിലോ അല്ലെങ്കിൽ ഈ പിണ്ടിയിലോ ആയിട്ട് ഇതിൻ്റെ സമാധി ദശകൾ കാണുകയും അടുത്ത പ്രാവശ്യം നമ്മൾ കന്നിറക്കുമ്പോഴേക്കും അത് അതിലേക്ക് വരികയും ചെയ്യും. അതെ, ആ സ്റ്റേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതിൻ്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ പരിപാലനം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. നമ്മളിപ്പോൾ ഈ പുഴു എങ്ങനെയാണ്, ഏത് സ്റ്റേജിലാണ് അറ്റാക്ക് ചെയ്യുന്നത്, എവിടെയാണ് ഇത് ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ജീവിതചക്രം എങ്ങനെയാണ് പൂർത്തിയാകുന്നത്, ഇങ്ങനെ ഒരു ബയോ എക്കോളജിയൊക്കെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ പുഴുവിനെ നമുക്ക് അല്ലെങ്കിൽ ഈ വണ്ടിനെ, ഈ കീടത്തെ നമുക്ക് ഇച്ചിരി കൂടെ നന്നായി മാനേജ് ചെയ്യാൻ പറ്റും. കർഷകരെ അവരുടെ കൺസേൺ നമുക്കറിയാം. കാരണം ഇത്രയും 2500 വാഴയ്ക്ക് നമ്മൾ പറയുന്ന എല്ലാ മാനേജ്മെൻറ്റ് പ്രാക്ടീസസും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം ലേബർ ഇൻറ്റൻസീവാണ്. പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ വൃത്തിയായ കൃഷിയിടം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്യൂഡോസ്റ്റമിൻ അല്ലെങ്കിൽ പിണ്ടിയെ നമ്മൾ മണ്ണിൻ്റെ അടിയിലേക്ക് ആക്കുക എന്നുള്ളതല്ല, അതിനെ ചെറുതായി നുറുക്കി ഈ പിണ്ടിപ്പുഴു വളരാത്ത അല്ലെങ്കിൽ അതിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എപ്പോഴും നമ്മൾ കമ്പോസ്റ്റിംഗ് ആണ് നല്ലൊരു മെത്തേഡായിട്ട് പറയുന്നത്. കുഞ്ഞുകുഞ്ഞായി നുറുക്കി ഒന്നുകിൽ ഈ സൂര്യൻ്റെ വെയിലേൽക്കുന്ന രീതിയിൽ അതിനെ ഇടുക, അതല്ലെങ്കിൽ നമ്മളത് കമ്പോസ്റ്റിങ്ങിലേക്കിട്ട് അതിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുക. അങ്ങനെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. വൃത്തിയായിട്ട് കൃഷിയിടം സൂക്ഷിക്കാനും വൃത്തിയായ കൃഷി ഇറക്കാനുമായിട്ട് ആദ്യത്തെ കന്ന് നമ്മൾ നടുമ്പോഴേക്കും. രണ്ടാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചില വെറൈറ്റീസ്
പാളയന്തോടൻ ഒക്കെ കുറച്ചുകൂടെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ കീടത്തിനോട് പ്രതിരോധം കാണിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് എപ്പോഴും നേന്ത്രനിലേക്ക് പോകാം. അത് നേന്ത്രനാണ് രണ്ടിനും, മാണവണ്ടിനായാലും പെണ്ടിപ്പുഴുവിനായാലും ഏറ്റവും കൂടുതൽ സസെപ്റ്റബിൾ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളത് അതിലാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് മാറ്റി ക്രമീകരിക്കാനായി ശ്രമിക്കുക. എല്ലാ പ്രാവശ്യവും ഒരേ വെറൈറ്റി നടാതെ നമുക്ക് കുറച്ച് മാറി ഒന്ന് നടാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മാർക്കറ്റ് ഓറിയന്റഡ് ആണ്. പക്ഷെ നമുക്ക് ഈ റെഗുലർ ആയിട്ട് ഇങ്ങനെ വരുന്നത് അറ്റ്ലീസ്റ്റ് നമുക്ക് ഹോം സ്റ്റഡ്സിലാണെങ്കിലും വീട്ടിലൊക്കെ ആണെങ്കിലും അതൊന്ന് നമുക്ക് പരീക്ഷിക്കാം. പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ റട്ടൂണിങ് ഒരിക്കലും പറയുന്നില്ല. റട്ടൂണിങ് എന്ന് വെച്ചാൽ നമ്മളൊരു വാഴ നട്ടു, ആ വാഴയുടെ കന്ന് നമ്മൾ ചവിട്ടിക്കളയാണ്ട് അടുത്ത കന്നുകൾ വരുന്നു, അങ്ങനെ അതേ കന്നിൽ നിന്ന് വരുന്ന വാഴകൾ. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം പെണ്ടിപ്പുഴുവും ഈ പറയുന്ന പോലെ മാണവണ്ടും അധികമായിട്ട് വരാനുള്ള സാധ്യത ഇങ്ങനെ ചെയ്യുമ്പോഴാണ് തലമുറകളായി മാറി മാറി വരുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കനാൽസിൽ കൂടെ പോകുന്ന വെള്ളവും ചെളിയും കൂടെ വാരി ഫാമേഴ്സ് ഇങ്ങനെ പിണ്ടിയിലേക്ക് തേച്ച് കൊടുക്കുന്ന ഒരു പതിവ് കണ്ടിട്ടുണ്ട്. ഞാൻ ചെറുതൊക്കെ ആയിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മൾ പറയുന്നുണ്ട്. ഇതൊരു 3-3.5 മാസം ആകുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. കൊല വരുന്നതിന് മുമ്പേ നമ്മളൊരു ഫെർട്ടിലൈസർ അപ്ലിക്കേഷൻ കൊടുക്കുമല്ലോ. അപ്പോൾ അതിനോടൊപ്പം ഡ്രൈ ആയിട്ടുള്ള വാഴയുടെ കൈകളൊക്കെ നമ്മൾ എടുത്തു കളയുകയും എന്നിട്ട് ആ പിണ്ടിയിലേക്ക്, വളരെ സോഫ്റ്റ് ആയിരിക്കുന്ന പിണ്ടിയിലേക്ക് തന്നെ ചെളി ഉണ്ടാക്കി തേക്കുമ്പോൾ തന്നെ, ചേറ് തേക്കുമ്പോൾ തന്നെ അത് ഉണങ്ങി കഴിയുമ്പോൾ കുറച്ച് പരിപരുത്ത സർഫസ് ആകുമ്പോൾ ഇതിന് മുട്ടയിടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതെ, ഫിസിക്കൽ ബാരിയർ പോലെ അതാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുട്ടയിടാണ്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് മുട്ടയിടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ചെറിയ മുട്ടുസൂചി കൊണ്ട് കുത്തിയതുപോലെ ഒരു പാട് കാണാം, അവിടെ നിന്ന് കൊഴുകൊഴുത്തൊരു ദ്രാവകം പുറത്തേക്ക് വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് മുട്ടയിട്ടിട്ടുണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിംറ്റം കാണുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഒരു മാനേജ്മെൻറ്റ് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ പറയുന്നത് വാഴയുടെ കൈകളിലേക്ക് ഈ 3.5 മാസം പ്രായമാകുമ്പോൾ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് മണലും കൂടെ ചേർത്തിട്ട് അതിനെ ഇലക്കവളുകളിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു നല്ലൊരു മെഷറാണ് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ. പക്ഷേ ഈ 2500 വാഴയ്ക്കൊക്കെ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ലേബർ ഇൻറ്റൻസീവാണ്, നമുക്കത് പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 3.5-4 മാസം ആകുമ്പോൾ തന്നെ നമുക്ക് ട്രാപ്സ് വയ്ക്കാം. പിണ്ടിപ്പുഴുവിന് പിണ്ടി കൊണ്ട് തന്നെ നമുക്ക് ട്രാപ്പ് ഉണ്ടാക്കാൻ പറ്റും. 60 സെൻറ്റിമീറ്ററിനേക്കാൾ വലിപ്പത്തിൽ നമ്മൾ പിണ്ടി മുറിച്ചെടുത്ത് അതിനെ നെടുകെ കീറിയതിന് ശേഷം അതിനകത്ത് ബിവേറിയ ബാസിയാൻ അല്ലെങ്കിൽ വെള്ളക്കുമിൾ എന്ന് പറയുന്നത് തേച്ച് പിടിപ്പിച്ചിട്ട് 2 വശവും നമ്മൾ ഈ വാഴയുടെ നാര് കൊണ്ട് തന്നെ കെട്ടി ഇടയിലൊരു ചെറിയ സ്പേസ് വരുന്നത് പോലെ നമുക്ക് വെക്കാം. 1 ഏക്കറിന് 20 എണ്ണം എന്നുള്ള തോതിൽ നമുക്ക് വെക്കാം. ഒരു 2 ആഴ്ച 3 ആഴ്ച വരെയൊക്കെ അങ്ങനെ ഇരിക്കും. മഴ പെയ്തില്ലെങ്കിൽ ഒരു 2 മാസം വരെയൊക്കെ നമുക്കത് വെച്ചേക്കാം. അതിനുശേഷം അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്ക് വെള്ളക്കുമിളില്ലെങ്കിൽ കീടനാശിനികൾ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം നമുക്കിതിനെ ട്രാപ്പ് ചെയ്യാം. ഇതൊരു നല്ല മെത്തേഡാണ്. കുറച്ചുകൂടെ വില കുറവുമാണ് ചെയ്യാനായിട്ട്. നമുക്കതുപോലെ തന്നെ നന്നായി ഇതിനെ ട്രാപ്പ് ചെയ്ത് കില്ല് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എൻഡമോപാത്തജനിക് നിമറ്റോഡ് അല്ലെങ്കിൽ മിത്ര നിമാവിരകളുണ്ട് നമുക്കിപ്പോൾ. അപ്പോൾ അത് നമുക്ക് വാങ്ങാൻ കിട്ടും. അതടങ്ങിയ കടാവറുകൾ. കടാവർ എന്നുള്ള വാക്കിനർത്ഥം വെറും ഒരു ശവശരീരം എന്നുള്ളതാണ്. ഒരു പുഴുവിൻ്റെ ശവശരീരത്തിനകത്തുള്ള മിത്ര നിമാവിരകളെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത്. ഇത് വാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, അതുപോലെ തന്നെ KVK കൊല്ലം, ഇവിടെയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിത് പിണ്ടിപ്പുഴുവിനെതിരായിട്ട് 3.5 മാസത്തിൽ ഇലക്കവളുകൾക്കകത്ത് ഇട്ട് കൊടുക്കാം. ഒരു വാഴയ്ക്ക് 4 എണ്ണം എന്നുള്ള തോതിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ 4 ഇലക്കവളുകളിൽ ഓരോന്ന് വീതം വെച്ചു കൊടുക്കുക. കടാവർ വെച്ചു കൊടുക്കുമ്പോൾ പോളകളുടെ ഇടയിലുള്ള ജലാംശത്തിലേക്ക് ഈ നിമാവിരകൾ ഇറങ്ങി വരികയും ആ ജലാംശം പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും പിണ്ടിപ്പുഴുവിൻ്റെ പുഴു ഉണ്ടെങ്കിൽ അതിൻ്റെ ശരീരത്തിലേക്ക് കയറി അതിനെ കൊന്നുകളയുകയുമാണ് ചെയ്യുന്നത്. വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം കെമിക്കലിന് ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് പോലും ഈ നിമാവിരകൾക്ക് പോയി ചെന്ന് അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് ഒന്നുമല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കീടനാശിനികൾ ഉപയോഗിക്കാം. സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡിന്റെ രജിസ്ട്രേഷൻ നമുക്ക് വാഴ, നെല്ല്, പെപ്പർ തുടങ്ങിയ ചെടികളിൽ കുറവാണ്. നമ്മുടെ അവിടെ നടക്കുന്ന ഒരുപാട് ട്രയൽസിൽ കുട്ടികൾ വർക്ക് ചെയ്യുന്നതും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്ലോർപൈരിഫോസ് 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വാഴ മുഴുവൻ നനയുന്നത് പോലെ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വാഴയുടെ ഇല കവളുകളിൽ കൂടി ഒഴിച്ചു കൊടുത്ത് താഴെ മണ്ണിൽ ഉൾപ്പെടെ നനയുന്നത് പോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ CTCRI കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഡെവലപ്പ് ചെയ്ത ഒരു കീടനാശിനിയാണ് നന്മ മേന്മ. അതിൽ നമുക്ക് നന്മ 3.5 മാസം, 5 മാസം, 7 മാസം എന്നുള്ളതുപോലെ ഒരു വാഴയ്ക്ക് 5 മില്ലി വീതം 3 സ്ഥലത്ത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു വാഴയിൽ 15 മില്ലി ആകും. അപ്പോൾ 3 സ്ഥലത്തായിട്ട് അതിനുവേണ്ടി സിറിഞ്ചുകളുണ്ട്. ഇത് നമ്മൾ വാഴയുടെ മണ്ണിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു 50 സെൻറ്റിമീറ്റർ മുകളിലായിട്ട് നമ്മളൊരു 3 സ്ഥലത്തായിട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇത് നമ്മൾ പക്ഷെ പ്രൊഫലറ്റിക് ആയിട്ടാണ് 3.5 മാസത്തിൽ ചെയ്യുന്നത്. അപ്പോൾ 3.5, 5, 7 എന്നുള്ളതുപോലെ 3 പ്രാവശ്യമായിട്ട് നമ്മളിത് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വൃത്തിയായി സൂക്ഷിക്കുകയും ഇതുപോലെ കറക്റ്റ് സ്റ്റേജ് വൈസ് ഈ 3.5, 5, 7 എന്ന് പറയുന്ന ആ ഒരു മന്ത്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പിണ്ടിപ്പുഴുവിനെ പരിധിയിൽ നിർത്താവുന്നതേ ഉള്ളൂ.
ഇതുകൊണ്ടുണ്ടാകുന്ന ലോസസ് എത്ര വരെ പോകാനുള്ള സാധ്യതയുണ്ട്? പിണ്ടിപ്പുഴു കാരണം വരുന്ന ലോസ് വളരെ എക്സ്റ്റെൻസീവ് ആണ്. കാരണം 3.5 മാസത്തിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ 3.5 മാസത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നതെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. എന്നാൽ 7 മാസം ആകുമ്പോൾ കൊലയിലാണ് വരുന്നതെങ്കിൽ, കൊലയുടെ കാളാമുണ്ടനിൽ വണ്ട് വന്നിരുന്ന് മുട്ടയിടുകയോ അല്ലെങ്കിൽ അതിനകത്ത് തുറന്ന് ദ്വാരമുണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ കൊല മുഴുവനായിട്ട് നമുക്ക് നഷ്ടമാകും. കൃഷിക്കാരൻ്റെ ഭാഗത്തു നിന്ന് നോക്കുവാണെങ്കിൽ 6 മാസം അദ്ദേഹം ചെയ്ത കൃഷിപ്പണികളും ഇൻപുട്സും ലേബറും എല്ലാം അദ്ദേഹത്തിന് നഷ്ടമാകും ഈ ഒരു സ്റ്റേജിൽ വരുവാണെന്നുണ്ടെങ്കിൽ. ഇൻഫെസ്റ്റേഷൻ ആ സ്റ്റേജിലായാലും. പിന്നെ അടുത്ത മേജർ പെസ്റ്റ് മേഡം പറഞ്ഞത് മാണവണ്ടാണ്. അതെ, മാണവണ്ട് റൈസോം വീവൽ എന്ന് പറയുന്നത് അത് മണ്ണിന്റെ അടിയിലാണ് കാണുന്നത്. മണ്ണിന്റെ അടിയിൽ കാണുന്ന 2 പെസ്റ്റുകളാണ് ഈ പറയുന്ന നിമാവിരയും അതുപോലെ തന്നെ മാണവണ്ടും. അതിൽ പ്രധാനമായിട്ടും എല്ലാ സ്ഥലത്തും മിക്കവാറും കാണാറുള്ളത് മാണവണ്ടാണ്. മണ്ണിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് മുട്ടയിടുകയും ആ മുട്ടകൾ വിരിഞ്ഞ് മാണത്തിലേക്ക് പുഴുക്കൾ ഇറങ്ങുകയും മാണം തുരന്ന് തിന്നുകയും അങ്ങനെ മാണം ചെയ്യാൻ തുടങ്ങും. വളരെ അധികം ഇൻഫെസ്റ്റേഷൻ കൂടുതലാവുമ്പോൾ ആ വാഴ മൊത്തത്തിൽ അങ്ങ് മറിഞ്ഞു വീഴും. എന്നാൽ ആദ്യത്തെ സമയത്തൊക്കെ നമുക്കത് അറിയാൻ പറ്റും. മഞ്ഞളിപ്പ് കാണിക്കും. മഞ്ഞളിപ്പ് മാത്രമല്ല, ഒരു 5 മാസത്തിന് മുമ്പെയൊക്കെ ആയിട്ട് കൊല വരാത്തൊരവസ്ഥ വരുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ അടച്ചു പോകും. ആ നടുനാമ്പങ്ങ് ചത്തുപോയിട്ട് അത് അടച്ചു പോകും. അപ്പം കൂമ്പ് വരാത്ത അവസ്ഥ വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം മാണവണ്ട ഉണ്ട് എന്നുള്ളത്. പൊതുവെ മഞ്ഞളിപ്പാണ് പുറമേ ആക്രമണം ആദ്യം തൊട്ട് അങ്ങ് തുടങ്ങും. അതിന് നമ്മൾ മാനേജ്മെന്റിൽ പറയുന്നുണ്ട് കന്നൊരുക്കുന്നത്. കന്നിൽ കൂടിയാണ് ഇത് വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ കന്നൊരുക്കുന്ന സമയത്ത് മുഴുവനായിട്ടുള്ള ആ കന്നുകൾ ഉപയോഗിക്കാണ്ട് അതിനെ നമ്മൾ ചെത്തി മിനുക്കി അതിനകത്ത് എവിടെയെങ്കിലും ഈ മാണവണ്ടിന്റെ പുഴുക്കളുണ്ടോ, അത് തിന്നതായിട്ടോ ഡാമേജോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ചെത്തി വെടിപ്പാക്കിയതിന് ശേഷം നമ്മൾ ചാണകം, ചാമ്പൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കീടനാശിനി അത് ഉപയോഗിച്ചതിന് ശേഷം അതിൽ മുക്കിയെടുക്കാം. കീടനാശിനി ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്യൂഡോമോണാസ് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ബജി മാവിന് കലക്കുന്നത് പോലെ കലക്കി ഇത് അതിൽ മുക്കി വെച്ചതിന് ശേഷം 20 മിനിറ്റിന് ശേഷം എടുത്ത് ആ തണലത്ത് ഉണക്കുക. തണലത്ത് തന്നെ ഉണക്കാനായി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ, വെള്ളം നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ കന്ന് ചിലപ്പോൾ വയബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു 3-4 ദിവസം ഉണക്കിയതിന് ശേഷം നമ്മൾ കുഴിയെടുത്ത് അതിൽ നടുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കന്നൊരുക്കം എന്ന് പറയുന്നത് മാണവണ്ടിനെതിരെ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നടുമ്പോൾ വഴക്കി കുഴിയെടുക്കുന്ന സമയത്ത് അതിനകത്ത് 1 കിലോ വേപ്പിൻ പിണ്ണാക്ക് അത് നമ്മൾ ഇട്ട് നടാനായി ശ്രദ്ധിക്കുക. അതും ഈ ആദ്യത്തെ ആ സമയത്ത് കീടത്തെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. പിന്നെ അതിനുശേഷം ഞാൻ നേരത്തെ മിത്ര നിമാവിരകളെ കുറിച്ച് പറഞ്ഞു. അത് കൈകളിലാണ് ഇട്ട് കൊടുക്കുന്ന പിണ്ടിപ്പുഴുവിന്. എന്നാൽ നമ്മൾ മാണവണ്ടിനെതിരെ ഇതേ മിത്ര നിമാവിരകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് നമ്മൾ മണ്ണിലിട്ട് നടണം. 4 എണ്ണം ഒരു കുഴിക്ക് എന്നുള്ള തോതിൽ നമ്മൾ മണ്ണിലിട്ട് നടണം. ഇത് വളരെ നല്ലൊരു മെത്തേഡാണ്. കാരണം മണ്ണിൽ തന്നെ അത് ഉണ്ടാകും. അപ്പോൾ ചെടിയുടെ ഏത് സ്റ്റേജിൽ ആണ് ഇൻഫെസ്റ്റേഷൻ വന്നാലും ഈ മിത്ര നിമാവിരകൾ മണ്ണിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കർഷകർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു മെത്തേഡാണ്. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, മണ്ണിലേക്ക് നമുക്ക് ഏതെങ്കിലും സമാധി ദശകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് തോന്നിയാൽ മെറ്ററൈസിയം എന്ന് പറയുന്ന പച്ചക്കുമ്പിൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 30 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലൊന്നിലും നിന്നില്ലെങ്കിൽ നമുക്ക് കീടനാശിനികൾ ഉപയോഗിക്കാം. ഒരുപാട് ട്രയൽസ് പലപ്പോഴും ചെയ്തപ്പോഴും കാണുന്നത് തയോമെത്തോക്സം അക്ടാര എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് വളരെ എഫക്റ്റീവായിട്ടാണ് കാണുന്നത്. 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത്. അതുപോലെ ഫിപ്രോനിൽ ജമ്പ് എന്ന് പറഞ്ഞ് എപ്പോഴും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും, നമ്മൾ ഉറുമ്പിനെതിരെയൊക്കെ ഉപയോഗിക്കുന്നത്. അതും വളരെ നല്ലൊരു കീടനാശിനിയായിട്ടാണ് കാണുന്നത്. അതിരൂക്ഷമായിട്ട് കാണുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വാഴയിൽ തെറ്റില്ല. കാരണം നമ്മൾ വെള്ളായണി കാർഷിക കോളേജിലുള്ള കീടനാശിനിയുടെ അവശിഷ്ടം പരിശോധിക്കുന്ന ആ ലാബിൽ ഒരിക്കൽ പോലും വാഴയിൽ നിന്ന് കീടനാശിനികൾ ലഭിച്ചിട്ടില്ല, പഴത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ ഇതൊഴിച്ച് മൈനർ പെസ്റ്റ് വേണം സൂചിപ്പിച്ചായിരുന്നു, ഇലതീനി പുഴുകൾ, അതൊക്കെ. അതെ, കുറച്ചധികം തന്നെ കീടങ്ങളുണ്ട് വാഴയിൽ. ആദ്യം നമ്മൾ കന്ന് നട്ട് ഒരു 3 മാസം പ്രായം വരുന്നത് വരെ ഇലകളിൽ എപ്പോഴും ഇലതീനി പുഴുക്കൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ നീരുറ്റി കുടിക്കുന്ന ടിഞ്ച് ലേസ് വിങ് ബഗ്സ് ഒക്കെ കാണാറുണ്ട്. മണ്ടരികൾ വരാറുണ്ട്. അങ്ങനെ പല കീടങ്ങളും കാണാം. പക്ഷെ അത് ഈ 3 മാസം വരെയുള്ള പ്രായത്തിൽ മിക്കവാറും അതൊരു ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വരാറുള്ളൂ. ഇപ്പോൾ ഇലതീനി പുഴുക്കളാണെങ്കിൽ നമുക്ക് ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന വെള്ളക്കുമ്പിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തളിക്കാം. ഇനി അതും അല്ലെങ്കിൽ ഫ്ലൂബൻഡാമൈഡോ സ്പൈനോസാഡ് എന്നൊക്കെ പറയുന്ന പുഴുക്കൾക്കെതിരെ ഉപയോഗിക്കാൻ വളരെ നന്നായിട്ടുള്ള കീടനാശിനികളുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ ന്യൂ ജനറേഷൻ ഇൻസെക്ടിസൈഡ്സ് ആയതുകൊണ്ട് വളരെ കുറഞ്ഞ ഡോസിൽ മതിയാവും. 1 മില്ലി 10 ലിറ്ററിൽ അല്ലെങ്കിൽ 2 മില്ലി 10 ലിറ്ററിൽ എന്നുള്ള തോതിൽ വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ മതിയാവും. ഇല്ല, വളരെ കുറവാണ്. ഗ്രീൻ ലേബിൾഡ് ഇൻസെക്ടിസൈഡ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ നമുക്കത് ആ സ്റ്റേജിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല.
അപ്പോൾ ഇലതേനി പുഴുക്കൾക്കെതിരെ അങ്ങനെ ഉപയോഗിക്കാം. നീരൂറ്റി കുടിക്കുന്ന ജീവികളാണെങ്കിൽ നമുക്കതിനെതിരെ ഏതെങ്കിലും ഒരു സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കാം. ഡൈമെത്തോയിറ്റ്, അതുപോലെ തന്നെ ക്വിനാൽഫോസ്, അങ്ങനെ ഏതെങ്കിലും ഒരു സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്സ് നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കാം. ഇനി ഇതൊന്നും അല്ലാതെ പ്രധാനമായിട്ട് കാണാറുള്ള ഒരു കീടമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നിമാവിരകളാണ്. നിമാവിരകളും മാണവണ്ടും ഒരുപോലെ തന്നെ ഏകദേശം അതിൻ്റെ ആക്രമണ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ നിമാവിരകളാണെങ്കിൽ അത് രണ്ട് രീതിയിലുണ്ട്. അതിൻ്റെ റൂട്ട്സിനെ എഫക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ റൂട്ട്സ് അകത്ത് നിന്ന് തുരന്ന് തിന്നിട്ട് അത് ചീഞ്ഞു പോകുന്ന അവസ്ഥയും. ഇത് രണ്ടാണെങ്കിലും നമ്മൾ വെളിയിൽ കാണുന്നത് മഞ്ഞളിപ്പാണ്. അങ്ങനെ മഞ്ഞളിപ്പ് കാണിക്കുന്ന വാഴകൾ നമ്മൾ ആ സോയിൽ ഒന്ന് വാഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഒരു 1/2 കിലോ സോയിലെടുത്ത് നമ്മൾ ലാബിൽ കൊണ്ടുവന്ന് വാഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് നിമറ്റോഡ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാം. നിമാവിരകളുള്ള മണ്ണാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നൊരുക്കമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിലൊന്നാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, മാണവണ്ടിനെതിരെ 1 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഇട്ടാണ് നമ്മൾ നടുന്നത്. അതുപോലെ തന്നെ 1 കിലോ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് നടുക. അത് മാണവണ്ടിനെയും നിമാവിരകളെയും അകറ്റി നിർത്താനായി സഹായിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല ആരോഗ്യമുള്ള കന്നുകൾ സെലക്ട് ചെയ്യുക. കന്നിലെ ചെറിയ റൂട്ട്സിലൊക്കെ നിമാവിരകളുണ്ട് എന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതും ഇല്ലാത്ത രീതിയിൽ വൃത്തിയായി കന്നൊരുക്കിയതിന് ശേഷം മാത്രം നമ്മൾ നടാനായി ശ്രദ്ധിക്കുക. ഇനി നിമാവിരകൾക്കെതിരെ വേറൊന്ന് ചെയ്യാൻ പറ്റുന്നത് പെയ്സിലോമൈസസ് പോച്ചോണിയ എന്നൊക്കെ പറയുന്ന ചില മിത്ര കുമിളുകളുണ്ട്. അപ്പോൾ ഈ മിത്ര കുമിളുകൾ ഇട്ട് നടുന്നതും 30 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നതോ അല്ലെങ്കിൽ അത് മണ്ണിലിട്ട് നടുന്നതും ഈ നിമാവിരകളെ അകറ്റി നിർത്താനായിട്ട് ഉള്ള സ്ഥലത്ത്, അതെ, എല്ലാ സീസണിലും നിമാവിരകൾ വരും എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും നിമാറ്റിസൈഡ്സ്, കാർബോസൾഫാൻ, അങ്ങനെ ഏതെങ്കിലും നിമാറ്റിസൈഡ്സ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡോക്ടർ നീന ലെനിൻ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ഇന്ന് വാഴയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് വളരെ നന്ദി. താങ്ക് യു.